ഈ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അതിൽ ഈ ജയത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പലരും സംസാരിക്കുന്നുണ്ട് ആ വിഷയം. ഇത് ഈ പറഞ്ഞ മാതിരിയും പരസ്യമായ രഹസ്യം എന്നൊക്കെ പറയുന്ന പോലെയാണ്. കാരണം ഗോപാലകൃഷ്ണനും ഡോക്ടർ ജയതിലകനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അവർ തമ്മിൽ കൺസൾട്ട് ചെയ്യാതെ ഒന്നും ചെയ്യാറില്ല, വളരെ ക്ലോസ് ആണല്ലോ. അപ്പോൾ ഇദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറയുന്നു. അതിനകത്ത് മറ്റേ ഏതോ ഒരു മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് മറ്റൊരു ഉദ്യോഗസ്ഥ ചോദിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ഇതെന്താണെന്ന്. അപ്പോൾ അതിനകത്ത് മറുപടി പറയുന്നത് എൻ്റെ അടുത്ത് ഇത് ആവശ്യപ്പെട്ടിട്ട്, എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടാണ്, ഐ ബീൻ ആസ്ക്ഡ് എന്നാണ് പറഞ്ഞത്. ആരും ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. ആരാത്? ഇതൊന്നും ചർച്ച ചെയ്യേണ്ടതെന്നാണെങ്കിൽ വേണ്ട, എനിക്കറിയില്ല, ഇതൊന്നും എൻ്റെ ആവശ്യം എൻ്റെ കാര്യങ്ങളുമല്ല. പക്ഷേ മൊത്തത്തിൽ ഉള്ള ഒരു ഇരിപ്പോശം കാണുമ്പം ഞാൻ ഇത് വെച്ച് ജഡ്ജ് ചെയ്യുന്നത് എൻ്റെ കാര്യത്തിൽ ഇവരുടെ നിലപാട്, ഇവരുടെ ക്യാരക്ടറാണ് ഞാൻ കാണുന്നത്. കാരണം സത്യം പറയണം എന്ന് യാതൊരു നിർബന്ധം, അസത്യം പറയുന്നതിന് മടിയില്ല. വ്യാജമായിട്ടുള്ള രേഖകൾ ചമയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും അവർക്ക് തോന്നുന്നില്ല. ഇതിനെയൊക്കെ അൺഓഫീസറിലേക്ക് എന്ന് പറയും, അല്ലെങ്കിൽ അൺബിക്കമിങ് ഓഫ് എൻ ഓഫീസർ എന്ന് നമ്മുടെ കോൺട്രാക്ട് റൂളിൽ പറയുന്ന സ്വഭാവങ്ങളാണ് ഈ പറയുന്നത് മുഴുവനും. വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അധികാരം ഉപയോഗിക്കാം, വ്യക്തിവിദ്വേഷം തീർക്കാൻ വേണ്ടി പ്രൊഫഷണലായിരിക്കാൻ. ഈ അൺപ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ IAS-ന് കളങ്കം, ചീത്തപ്പേര് വരും. നമ്മുടെ കോൺട്രാക്ട് റൂളിലെ വിവിധ റൂളുകൾ വയലേറ്റ് ചെയ്തിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് ഒരു വശത്തും, ഇത് വിളിച്ചു പറയുന്നത്, ഇത് പുറത്ത് പറയുന്നത് വലിയ തെറ്റാണെന്നും ഒരു ആർഗ്യുമെൻ്റ് എനിക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് തെറ്റ് ചെയ്യുന്നത് യാതൊരു വിഷയമില്ല, പ്രതികരിക്കരുത്, അതിനെപ്പറ്റി ഒന്നും സംസാരിക്കരുത്, കണ്ടോണ്ടിരിക്കുക, മിണ്ടാതിരിക്കുക. മൗനം വളരെ പ്രധാനമാണ്, അടിമത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഒന്നാം തരം അടിമയായിട്ട് നിൽക്കുകയാണെങ്കിൽ, എന്തും എവിടെ എഴുതി കൊടുക്കാനും ഒപ്പിടാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഞാൻ അവിടെ ഒരു ചോദ്യം കൂടെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് എൻ പ്രശാന്ത് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ വളരെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോടൊക്കെ അങ്ങ് പ്രവർത്തിച്ച സമയത്ത്, കളക്ടറെ പ്രവർത്തിച്ച സമയത്ത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി. ഓട്ടോ ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, കുഴി അടയ്ക്കുന്നതിൽ അങ്ങ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു വിശാലമായ ജനങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു പദ്ധതി. ഒപ്പം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടെ കുതിരവട്ടത്തുള്ള എനിക്ക് തോന്നുന്നു ഒരു 400-ലധികം ബെഡ് മാത്രമുള്ള അവിടെ 800-ലധികം ആളുകൾ തിങ്ങിപ്പാർത്ത് രോഗം മുക്തി വന്ന ആളുകൾ പോലും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെയൊന്നും പുറത്തു കൊണ്ടുപോകാനാതെ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടിലേക്കൊന്നും പോകാനാവാതെ, ഫണ്ട് പോലും കിട്ടാത്ത വന്നൊരവസ്ഥയിൽ സാറിൻ്റെ ഇടപെടൽ മൂലം ആ ഒരു കുതിരവട്ടം ആശുപത്രിക്ക് വന്ന മാറ്റവും അവിടെ സൈക്യാട്രിക് സോഷ്യൽ വർക്കർമാരുടെ ഇടപെടലൊക്കെ വന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നു മുതൽ അങ്ങേ ഒരു കലക്ടർ ബ്രോ, സ്വന്തം അനുജനായിട്ട്, സ്വന്തം ഏട്ടനായിട്ടൊക്കെ മലയാളികൾ കണ്ടതാണ്. അങ്ങനെയുള്ള അങ്ങ് ഇപ്പം സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിൽ വരെ എത്തി നിൽക്കുന്നു. ഇവിടെ നിന്ന് അങ്ങേക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇടാതിരുന്നെങ്കിൽ, ഒന്നും പ്രതികരിക്കാതിരുന്നെങ്കിൽ, ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ അങ്ങേക്ക് കുറച്ചുകൂടി സൗഭാഗ്യങ്ങൾ കിട്ടുമായിരുന്നില്ലേ? അല്ല, അതിനിതുപോരാ. അതിന് മിണ്ടാതിരുന്നാൽ മാത്രം പോലെ വേറെയും പലതും ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞോട്ടും നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഫയലിൽ എഴുതാതിരിക്കണം. ഇപ്പം ഈ വിഷയം മുഴുവനും എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നത്, ഇപ്പം ഫയലിൽ അഭിപ്രായം എഴുതി എന്നുള്ളതിൽ അവിടെ നിന്നാണ് ഇത് പൊട്ടി മുളച്ച് വരുന്നത് എന്ന് മാത്രമല്ല, ഈ വാർത്ത വന്ന ഒരു സമയമുണ്ടല്ലോ, അന്ന് താൽക്കാലിക ചുമതല എനിക്ക് വീണ്ടും SC/ST ഡിപ്പാർട്ട്മെന്റിന്റെ വന്നിരുന്നു. അപ്പോൾ ഒരു പാനിക് ഉണ്ടായി എന്നാണ് ഞാൻ അബദ്ധത്തിൽ എനിക്ക് ചാർജ് തന്നുപോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും ആ ഫയലുകൾ ഏതെങ്കിലുമൊക്കെ ഞാൻ എടുക്കുമോ, അതിന് നടപടി വല്ലതും വരുമോ, ഒതുക്കി തീർത്ത പലതും പുറത്താവുമോ എന്ന് ഭയം കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. എന്നെ അങ്ങനെ ഞാൻ ഈ പറഞ്ഞോട്ട് വാശിക്ക് പിന്നാലെ നടന്ന് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളൊന്നുമില്ല. പക്ഷേ എൻ്റെ കൺമുന്നിൽ ഫയൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സത്യസന്ധമായിട്ട് അതിനകത്ത് എനിക്ക് ശരിയും തോന്നുന്ന അഭിപ്രായം എഴുതും. അത് എഴുതാതിരിക്കാൻ വേണ്ടി എത്ര പ്രഷർ ചെലുത്തിയാലും ഞാൻ ഇതുവരെ അങ്ങനെ 18 വർഷമായി ഗവൺമെൻറ്റിൽ ആരെയും അങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ വേറെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. എനിക്ക് യോജിപ്പുള്ള കാര്യങ്ങളായിരിക്കണം എന്നേ ഉള്ളൂ. ഐ മീൻ ജസ്റ്റ് ആയിരിക്കണം. അല്ലാതെ വാശിക്ക് ദേഷ്യത്തിൽ അങ്ങനെയൊന്നുമല്ല. മനസാക്ഷിക്ക് ബോധ്യപ്പെടും. എത്രയോ നല്ല കാര്യങ്ങൾ എത്രയോ പേര് പറയാനുണ്ട്. നമ്മൾ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പ്രായോഗികത അതൊക്കെ നോക്കിയിട്ട് തന്നെയല്ലേ, അതിനല്ലേ മനുഷ്യനായിട്ട് നമ്മൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മെഷീൻ പോരെ. പക്ഷേ വേറെ പല അജണ്ടകൾ വെച്ചിട്ടും പലതും പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ അതിന് നമ്മൾ നിന്നു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ട്രൈബൽ റീസെറ്റിൽമെൻറ്റ് നടത്തുകയാണ്, ആദിവാസികൾക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നത് ഒരു വലിയ
എക്സസൈസാണ്. അപ്പം ഇതിൽ നമുക്കിതിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ട് ഏത് തരം ഭൂമി വേണമെന്ന്. നല്ല ഭൂമിയായിരിക്കണം, ഇത് കൃഷിയോഗ്യമായിരിക്കണം, താമസിക്കാൻ പറ്റണം, സേഫായിരിക്കണം, സുരക്ഷിതമായിരിക്കണം. ഇങ്ങനെ കൊടുക്കേണ്ടതിന് പകരം ചെങ്കുത്തായ റെഡ് സോണിൽപ്പെട്ട അപകടം പിടിച്ച ഏത് നിമിഷം വേണമെങ്കിലും, ഇപ്പോൾ വയനാട്ടിലെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അല്ലേ, ഒരു വൾണറബിളായിട്ടുള്ള റെഡ് സോണിൽപ്പെട്ട ഒരു ഭൂമി ആദിവാസികൾക്ക് പതിച്ചു കൊടുക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ഒരു പ്രപ്പോസൽ വന്നാൽ നിങ്ങളത് ഒപ്പുവയ്ക്കും? മനസാക്ഷിയുള്ളവർ ചെയ്യില്ല. ഞാൻ ചെയ്യില്ല, ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ അതിൽ ഒബ്ജക്ഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ ആ ലാൻഡ് എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നത് ഡോക്ടർ ജയതിലക റവന്യൂ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. അതിനുശേഷം അദ്ദേഹം SC/ST വകുപ്പിൽ CS ആയി കഴിഞ്ഞപ്പോൾ അത്രയും നാൾ ഫയലുകൾ നോക്കാത്ത വ്യക്തി, അത്രയും നാൾ മറ്റേ ഓഫീസിൽ പോലും വരാത്ത വ്യക്തി അമിത താല്പര്യമെടുത്ത് ഈ ഒരു ഫയലിൻ്റെ കാര്യത്തിൽ എന്തിനായിരിക്കും ഇടപെട്ടിട്ടുണ്ടാവുക? എനിക്കറിയില്ല. അല്ല, ഇങ്ങനെയൊക്കെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കെതിരെ ബന്ധപ്പെട്ട അധികാരികളൊന്നും തന്നെ ഒരു അന്വേഷണമോ നടപടിയോ ഒന്നും എടുക്കുന്നില്ല എന്നാണോ, അതോ മനഃപൂർവ്വം ഇദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് ആരുടെ മനസ്സ് അറിയില്ല. പക്ഷേ ഇതൊക്കെ രേഖാമൂലം എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്, ഫയലിലുള്ളതാണ്. ഇത് ഞാൻ സംസാരിക്കേണ്ടടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ, എഴുതാറുള്ളൂ. ഫയലിനകത്ത് ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഇത് ഇന്നലെ എഴുതിയൊന്നുമല്ല, 1-2 കൊല്ലമായില്ലേ. അതെല്ലാം ഫയൽ റെക്കോർഡുണ്ട്. ഇത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നടപടി എടുക്കേണ്ടവർ അവരാണ്, ഞാനല്ല. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് അങ്ങ് ഒരു 3-4 കത്ത് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങേക്കെതിരെ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് വിശദീകരണമൊക്കെ ചോദിച്ച സമയത്തും അങ്ങ് തിരിച്ച് ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ അങ്ങ് തിരിച്ചു ചോദിച്ചു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അത്തരത്തിൽ പുതിയ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി എന്താണ് ഒരു സാമാന്യ നീതിക്കപ്പുറമുള്ള ഇടപെടൽ എന്തെങ്കിലും നടത്തിയതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ശാരദ മാഡമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ്. മാഡത്തിനോടും വളരെ സ്നേഹമുണ്ട്. മാഡത്തിന് ഇങ്ങോട്ടും നല്ല വാത്സല്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒഫീഷ്യൽ കാര്യങ്ങളല്ലേ, ഇതിൽ അവരുടേതായ പരിമിതികളുണ്ടാവും. ഓരോരുത്തരുടെയും രീതികളും വ്യത്യസ്തമാണ്. പ്രതികരിക്കുന്നതും എടുക്കുന്ന സ്റ്റാൻഡുകളുടെ ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. സോ ഐ ഹാവ് നോ ഗ്രൗസ് അബൌട്ട് ഇറ്റ്. സാമാന്യനീതി എല്ലാവർക്കും ബാധകമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ബാധകമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ ആണ്, അതിൻ്റെ താഴെയാണ് ബാക്കിയെല്ലാം വരുന്നത് എന്നുള്ള ഒരു ഫണ്ടമെൻ്റൽ ആ ഒരു വിശ്വാസത്തിൽ ഊന്നിയിട്ടാണ് ഞാൻ അറ്റ്ലീസ്റ്റ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സമയമെടുക്കുമായിരിക്കും, പക്ഷേ അത് ശരിയാവും, നീതിപൂർവമായിട്ട് റെഡിയായിട്ട് വരും എന്നുള്ളൊരു അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് CPM-ൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന വളരെ പ്രമുഖനായ നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അങ്ങ് തലശ്ശേരിക്കാരനാണ്. കോടിയേരിയുമായി ബന്ധപ്പെട്ട്, സഖാവുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം അങ്ങേക്കുണ്ടായിരുന്നു. വ്യക്തിപരമായ ബന്ധവും ഒഫീഷ്യലായ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി പദത്തിലിരിക്കുമ്പോഴാണല്ലോ അദ്ദേഹം മരണപ്പെടുന്നത്, അന്ത്യം സംഭവിക്കുന്നത്. അതിനുശേഷം പെട്ടെന്നാണ് അങ്ങേക്കെതിരായി കൊണ്ടൊരു ഈ പറയുന്ന ആഴക്കടൽ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വരുന്നു, അന്വേഷണം വരുന്നു, അങ്ങയുടെ പ്രമോഷൻ ഒഴിവാക്കപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം കോടിയേരി സഖാവൊക്കെ ആ സമയത്ത് അങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഒരു കഴിവ് മനസ്സിലാക്കി കൂടെ നിന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ചേർത്ത് നിർത്തിയ ഒരാളാണ്. അങ്ങും അതുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ കോടിയേരി ബാലകൃഷ്ണനായിട്ടുള്ള ബന്ധം? അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം പെട്ടെന്നുണ്ടായ ഈ സസ്പെൻഷൻ കാര്യങ്ങളിൽ അതൊക്കെ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അന്വേഷണവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? കോടിയേരി സാറ് തലശ്ശേരി MLA ആയിരുന്നല്ലോ. ഞാൻ തലശ്ശേരിക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ശരിക്കും സിവിൽ സർവീസ് കിട്ടിയ സമയത്ത് ആദ്യമായിട്ടുള്ള അതിൻ്റെ സ്വീകരണങ്ങളും ഒക്കെ സാറ് തന്നെയാണ് മുൻകൈ എടുത്ത്. അതൊക്കെ വളരെ നല്ല ഓർമ്മകളാണ്. എന്ന് മാത്രമല്ല, എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലാണ്. അപ്പോൾ IAS കിട്ടി, ഇത് റിസൾട്ട് വന്നു. അപ്പോൾ അതിനുശേഷം നേരെ തലശ്ശേരി വരികയാണ്. തലശ്ശേരി വന്നിട്ട് അന്നത്തെ അവിടുത്തെ ASPയുടെ കൂടെ ഞാൻ നേരെ കോടിയേരി സാറിൻ്റെ വീട്ടിലാണ് പോകുന്നത്. വീട്ടിൽ വന്ന് ഫ്രഷായിട്ട് നേരെ പോകുന്നത് കോടിയേരി സാറിൻ്റെ വീട്ടിലേക്കാണ്. എന്തിനാന്ന് വെച്ചാൽ കാഡർ ഏതായിരിക്കും എന്ന് അറിയില്ല. നമുക്ക് കേരള കാഡർ കിട്ടുമോ ഇല്ലയോ അതൊന്ന് അന്വേഷിക്കണം. പലരും പല അഭിപ്രായം പറയണ്ടായിരുന്നു, കിട്ടുമോ ഇല്ല എന്നൊക്കെ. അപ്പോൾ
നേരെ സാറിൻ്റെ വീട്ടിൽ പോകുന്നത് അവിടെ എനിക്കിന്ന് ഓർമ്മയുണ്ട്. അവിടെ ഇരിക്കും സാർ അകത്ത് പോയിട്ട് 2-3 ഫോൺ കോളൊക്കെ തിരിച്ച് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് പറയാണ് കേരളം തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ. അപ്പോഴും നമുക്ക് അത്ര വിശ്വാസമില്ല, ബാക്കി എല്ലാവരും തിരിച്ചാണ് പറയുന്നത്. പക്ഷെ സാറ് പറഞ്ഞായിരുന്നു കറക്റ്റ്, കേരളം കാറ്റർ തന്നെ കിട്ടുകയൊക്കെ ചെയ്തു. അന്ന് തുടങ്ങിയ ഒരു ഊഷ്മള ബന്ധമാണ്. പിന്നീട് ടൂറിസത്തിലേക്ക് വരാനും ഒക്കെ സാർ അന്ന് വിളിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ഞാൻ സബ് കളക്ടറായിരുന്ന കാലഘട്ടം, അത് അവിടുന്ന് വരുമ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറി വരുമ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. എന്ത് ക്രൈസിസ്, എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും ഒരു അഡ്വൈസ് തരാനോ നമുക്ക് ചോദിക്കാൻ ആ ഒരു സ്പേസ് നമുക്ക് എന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ആഴക്കടൽ ആ വിഷയം വിവാദമൊക്കെ അന്ന് ഇലക്ഷൻ സമയമായിരുന്നല്ലോ. അന്ന് ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ബംഗാളിൽ പോയിരിക്കാം. അപ്പോൾ അന്ന് ഈ പ്രശ്നവും ഇതൊക്കെ വരുന്ന സമയത്ത് സാറിന് ഞാൻ വിളിച്ചത് പറഞ്ഞു. അന്ന് സാറും പറയുന്നത് ഇത് പൊളിറ്റിക്സ് ആണ്, ഒന്നും കാര്യമാക്കണ്ട, വ്യക്തിപരമായിട്ട് അതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അതൊന്നും സാരമില്ല, പൊളിറ്റിക്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്നും മിണ്ടിയില്ല. അന്ന് ഓർമ്മയാണ് ആ വിഷയം പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ ഒരു വാക്ക് അതിനെപ്പറ്റി മിണ്ടാതിരിക്കാൻ ആണ് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷെ ഒരു ഫാക്റ്റാണ്, അത് കഴിഞ്ഞ് ഏതാണ്ട് 1.5-2 കൊല്ലം കഴിഞ്ഞിട്ട് കോടിയേരി സാറും അന്തരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒക്ടോബറിലോ മറ്റുമാണ്. നവംബറിൽ ഈ അന്വേഷണവും ഇതൊക്കെ വന്നു. എനിക്ക് സർപ്രൈസ് ആയിരുന്നു, കാരണം ഇത് ഇങ്ങനെയൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ കോഴ്സ് ഡിസംബറിൽ എൻ്റെ പ്രൊമോഷൻ ഉണ്ട്, അത് തടയാൻ വേണ്ടിയാണെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ല. പക്ഷേ അത് സർപ്രൈസ് ആയിരുന്നു, കാരണം നിലനിൽക്കാത്തൊരു വിഷയത്തിൽ ഒരു അന്വേഷണം ഇടുന്നു, അത് തീരാതെ നീണ്ടു പോകുന്നു. ചീഫ് സെക്രട്ടറി വേണു സാർ അവർക്കൊക്കെ അറിയാവുന്ന കേസാണ്. അപ്പോൾ ഇത് ഇപ്പം 3 കൊല്ലം കണ്ടായി, അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇല്ല, അത് എന്തുകൊണ്ടെന്ന് മാത്രം ചോദിക്കരുത്. കാരണം ഇതിൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു അന്വേഷണമാണത്. കാരണം ഈ അസെൻറ്റ് എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ഉണ്ടായി. ഇനിയിപ്പോൾ ഇത് പറയാമല്ലോ, കാരണം അന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ഞാൻ പറയാതിരുന്നു. ഇന്ന് എനിക്ക് പറയാമല്ലോ. അസെൻറ്റ് എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകൾ വന്ന കൂട്ടത്തിൽ EMCC എന്ന് പറഞ്ഞ ഒരു കമ്പനിയും വന്നു. ഇത് കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. ഫുൾ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടെ അവിടെ വെച്ച് KSIDC MD ആയിരുന്ന രാജമാണിക്യമാണ് എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുന്നത് ഈ EMCC എന്ന് പറഞ്ഞ കമ്പനിയായിട്ട്, ആഴക്കടൽ മത്സ്യബന്ധനമാണ്. അത് പോളിസി തീരുമാനമൊക്കെ അതിനകത്താണ് ഒപ്പിട്ടിരിക്കുന്നത്. അതിനകത്ത് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഈ കുറേ കപ്പലുകൾ പണിയുന്നു ആഴക്കടലിൽ പോയിട്ട്. ആഴക്കടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല, എന്ന് വെച്ചാൽ ഇപ്പം പുറംകടലിൽ ഈ കൊറിയയും ചൈനയും ഇവരൊക്കെയാണ് ആഴക്കടലിൽ നിന്ന് മത്സ്യബന്ധനം ചെയ്യുന്നത്. നമ്മൾക്ക് ഇന്ത്യയിൽ അധികം അത് ഇല്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് ആ സമ്പത്ത് കൊണ്ടുവരണം എന്നുള്ള പ്രോജക്റ്റ് ആയിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയത്. കേന്ദ്ര ഗവൺമെൻറ്റും ഈ പോളിസിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ എന്തോ ഗ്രീൻ ഫണ്ട് കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഈ കോസ്റ്റൽ ഫിഷിങ്ങിന് പകരം പുറംകടലിലെ ഫിഷിംഗ് ആകുമ്പോൾ കോസ്റ്റൽ ഏരിയ കുറച്ചുകൂടി സംരക്ഷിക്കപ്പെടുമല്ലോ. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിനും അതിനൊക്കെ ഇതാണെന്ന് അങ്ങനെയൊക്കെ പറയുന്നു. എനിവേ, ഇത് എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല, കാരണം ഇത് ഗവൺമെൻറ് പരിശോധിച്ചാണ്, ഗവൺമെൻറ് തലത്തിൽ. ഗവൺമെൻറ്റിൻ്റെ ബിഹാഫിലാണ് രാജമാണിക്യം KSIDC MD എന്നുള്ള നിലയ്ക്ക് ഈ എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുന്നത്. അതേ തുടർന്ന് KSIDC തന്നെ പള്ളിപ്പുറത്ത് ഇവർക്ക് പ്രോസസ്സിങ് യൂണിറ്റും ഒക്കെ സ്ഥാപിക്കാൻ കൊടുത്തു. അങ്ങനെ ഈ ഇവർ പ്രോജക്റ്റ് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മളും ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് ഗവൺമെൻറ്, ഞാൻ ആ സമയത്ത് KSINCയുടെ മാനേജിങ് ഡയറക്ടറാണ്. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ കപ്പൽ നിർമ്മാണമാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവർക്ക് കുറേ ആഴക്കടലിൽ പോകുന്ന വലിയ കപ്പലുകൾ പണിയാനുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്ക് മാത്രമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവർക്കും കുറേ കപ്പൽ നിർമ്മാണശാല, പ്രത്യേകിച്ച് ഗവൺമെൻറ് കീഴിലുള്ള വിശാഖപട്ടണത്തിലും ഇവിടെ കൽക്കട്ടയിലും അല്ലെങ്കിൽ കൊച്ചിയിലത്തതും ഒക്കെ ഉണ്ടല്ലോ, ഇത് എല്ലായിടത്തെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇത്രയും വലിയ സ്കെയിലിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കൺസൾട്ടൻസി ഞങ്ങൾ കയറി പിടിച്ചു. കാരണം ഞങ്ങൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനിയാണ് KSINC. കുറച്ചൊന്ന് ലാഭത്തിൽ ആ സമയത്ത് കഷ്ടപ്പാട് വിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഇത് കൈ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെയാണ് ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അങ്ങോട്ട് ഇൻട്രസ്റ്റ് എടുത്ത് ഇനീഷ്യേറ്റീവ് എടുത്ത് കഷ്ടപ്പാട് വിട്ട് പിടിച്ചെടുത്ത ബിസിനസ്സാണ്. കൈ നനയാതെ ഞങ്ങൾക്ക് കുറേ പണം ഇൻകമായിട്ട് കമ്പനിക്ക് കിട്ടുന്ന ഒരു, ഞങ്ങളുടെ പ്രോജക്റ്റ് യൂണിറ്റ് പോലും അവരുടെ എക്സ്പെൻസിൽ സെറ്റപ്പ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും ചിലവില്ല. പക്ഷേ KSINC എന്നുള്ളൊരു പൊതുമേഖലാ സ്ഥാപനം ആയതുകൊണ്ട് ഇതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ പ്ലാനിങ്, ഇതിനൊക്കെ ക്യുസാറ്റ് ഇവരുടെയൊക്കെ സപ്പോർട്ട് എടുക്കാം എന്നുള്ള മാരിടൈം യൂണിവേഴ്സിറ്റി ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ഭാഗങ്ങൾ ചെയ്യുന്നു. തുടർന്ന് ഈ പല കപ്പൽ നിർമ്മാണശാലകളുമായിട്ട് ചേർന്നിട്ട് ഈ കപ്പലുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഈ കപ്പൽ നിർമ്മിച്ചു കൊടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളതിനെ കാണേണ്ടത് അശോക് ലേലാൻഡ് ബസ് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ.
നമ്മളെ പണി ബസ് ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. ബസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ലൈസൻസ് എടുത്തോ പെർമിറ്റ് എടുത്തോ എവിടെയാണ് ഓടിക്കുന്നതാണ് നമുക്കറിയില്ലല്ലോ. ഇപ്പം ഞങ്ങളിത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പോൾ കേരളത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണമെങ്കിൽ ഗുജറാത്ത് കൊണ്ടുപയോഗിക്കാം, വേറെ എവിടെയല്ല, അല്ലെങ്കിൽ വിദേശത്ത് കൊണ്ടുപോകാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കപ്പൽ ഉണ്ടാക്കി കൊടുക്കൽ മാത്രമാണ് ഞങ്ങളുടെ ജോലി. ഇതിനകത്ത് വലിയ വിവാദമൊന്നും ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ബിസിനസ്സാണിത്. ഞങ്ങൾ സ്ഥിരം പണിത് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ തമിഴ്നാട് ഗവൺമെന്റിനൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. വേറെയും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് പണിത് കൊടുക്കാനുള്ള കരാറ് കിട്ടിയപ്പം ആ സന്തോഷത്തിൽ നമ്മളിത് പത്രക്കുറിപ്പ് കൊടുത്തു. PRDയും റിലീസ്. PRD നേരിട്ട് സ്റ്റേറ്റിൻ്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അഭിമാനത്തോടെ ഇത് റിലീസൊക്കെ കൊടുക്കും. ഇത്രയും വലിയ തുകയുടെ ഒരു വർക്കല്ലേ, വലിയ കാര്യമല്ലേ. കേരളത്തിലെ ഒരു നിർമ്മാണശാലയ്ക്ക് ഇത്രയും ഒരു വർക്ക് കിട്ടുകയാണ്, ഓർഡർ കിട്ടുകയാണ്, ഈ സ്ഥാപനം രക്ഷപ്പെടാം. പക്ഷേ ഇത് അപ്പോഴാണ് പെട്ടെന്ന് പലരും ഇങ്ങനൊരു വലിയ പ്രോജക്റ്റ് നടക്കുന്നുണ്ടല്ലേ എന്ന് മനസ്സിലാവുന്നത്. ഏത് KSIDC ഒപ്പിട്ട ഒറിജിനൽ സാധനത്തെ പറ്റി അപ്പോഴാണ് പൊതുജനം ഒരുപക്ഷെ അറിയുന്നത്. പൊതുജനങ്ങളെ മുമ്പേ അറിയിക്കണമായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം. അവരെ കോൺഫിഡൻസിൽ എടുക്കണ്ടേ, എടുക്കാത്തത് എൻ്റെ തെറ്റല്ല. ഇത് പക്ഷേ പൊതുജനം അറിഞ്ഞു കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും തീരദേശ മേഖലയിൽ ഒരു അവിശ്വാസം ഉണ്ട്. അവരെ കോൺഫിഡൻസിൽ എടുക്കുക എന്നുള്ളത് ആ കരാർ ഒപ്പിട്ടവരുടെ ജോലിയാണ്, എൻ്റെ അല്ല. കരാർ ആരാ ഒപ്പിട്ടത്? KSIDC ആണ്, ഗവൺമെന്റാണ്. അപ്പോൾ ഗവൺമെന്റ് അതിൽ ഇടപെട്ട് ഇത് ഇതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയത് ഇതെന്ന് പറയണം. അത് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു ആ സമയം. കാരണം ഇലക്ഷനോട് അടുത്ത് പോയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഉടനെ അത് മുഴുവൻ അങ്ങ് ഡിസോൺ ചെയ്യും. ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, ഒന്നും ഒപ്പിട്ടിട്ടില്ല. ഇത് KSINC ആണ് പോയി ഒപ്പിട്ടത്. KSINC ആഴക്കടലിൽ മത്സ്യബന്ധനം ചെയ്യാൻ പോകുന്നു. KSINCക്ക് കപ്പലുണ്ടാക്കാനല്ലാതെ ഞങ്ങൾക്ക് മത്സ്യബന്ധനമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് ഈ പറയുന്നത് കൊണ്ടാണ്. ഇത് അശോക് ലേലാൻഡ് ബസ് ഉണ്ടാക്കിയിട്ട് ലൈസൻസ് ഇല്ലാതെ ഓടിച്ച് അശോക് ലേലാൻഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ കപ്പലുണ്ടാക്കുന്ന ജോലി മാത്രമാണ്. ഇത് പൊതുജനം അറിയാൻ കാരണക്കാരായി എന്നുള്ളത് ഒരുപക്ഷെ സത്യമാണ്. പക്ഷെ ഞങ്ങൾക്കറിയില്ല, ഇത് ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്യേണ്ട കാര്യമില്ല എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. അതല്ല, നമ്മൾ വിവരാവകാശത്തിന്റെ കാലത്താണ് ജീവിക്കുന്നത്. എന്താണ് ഇതിനകത്ത് രഹസ്യം? പബ്ലിക് അറിയട്ടല്ലേ. അപ്പോൾ ഇത് അറിഞ്ഞുപോയി. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കള്ളത്തിൽ നിന്ന് അടുത്ത കള്ളത്തിലേക്ക് പോയി അങ്ങനെ വഷളായി. ആദ്യം അങ്ങനെ ഒരു ഇത് മുഴുവൻ KSINCയുടെ കരാറാണെന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. KSINCയിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിട്ട് എൻ്റെ ചുറ്റും 24 മണിക്കൂറും 3-4 ലേഖന്മാരെ വിട്ട് ഭയങ്കര ഹാരാസ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ഫോണിൽ നിരന്തരം പലരെ കൊണ്ട് വിളിപ്പിക്കുക. എന്തിനെന്ന് വെച്ചാൽ KSINCയും ഞാനും, കാരണം ഞാൻ മുമ്പ് ഇത് വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ആ സമയത്ത് ഇത് എന്താ പറയുക അലിഗേഷൻസ് പലതും കൊണ്ടുവന്നത്, അന്നത്തെ ഓപ്പോസിഷൻ ലീഡർ. അപ്പോൾ അദ്ദേഹം പണ്ട് ഗവൺമെൻറ്റിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തോട് ചേർന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി എനിക്ക് വർക്ക് ചെയ്യണ്ടേ, എൻ്റെ ജോലി ഗവൺമെൻറ്റാണ്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. പോട്ടെ, പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ ആയതുകൊണ്ട് വളരെ മാന്യത കാണിച്ച് ഞാനത് അന്ന് മിണ്ടാതിരുന്നതാണ്. അത് സർക്കാരിനും ഗുണമായി. തീർച്ചയായിട്ടും. വേണമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ മുഴുവൻ സത്യങ്ങളോട് വിളിച്ച് പറയാമായിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞോട്ട് എനിക്ക് എല്ലായിടത്തും നല്ല സുഹൃത്തുക്കളുള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനകത്തും അന്നും ഉള്ള സുഹൃത്തുക്കൾ അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ അന്ന് കോടിയേരി സാറുമായിട്ടും സംസാരിച്ചു. സാറ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും പൊളിറ്റിക്സാണ് വിട്ടുകളാന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അത്രയൊക്കെ പക്വതയും മെച്യൂരിറ്റിയും മാന്യതയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കോടിയേരി സാറ് മരിച്ച് ഒരു മാസം കഴിഞ്ഞപ്പം ഒരു 2 കൊല്ലം പഴയ ഇതെടുത്തിട്ട് ഇതിൽ അന്വേഷണം വിട്ടപ്പോൾ അവിടെ എന്തോ ഒരു അപ്പോൾ എനിക്ക് ഐ ആക്ച്വലി മിസ്ഡ് ഹിം. യെസ്, അതിലെന്തോ ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതെന്തായാലും പുറത്തു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.